ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോണത്. ഇത് ശരിക്കും പിസ്സയാണോ ചോദിച്ചാൽ അല്ല, പക്ഷെ മാവ് കുഴയ്ക്കാതെയൊക്കെ നമുക്ക് ബ്രെഡും മുട്ടയും മാത്രം വെച്ചിട്ട് ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കാനായിട്ട് പോണത്, കോഴിമുട്ട. പിന്നെ നമ്മൾ എത്ര വേണോ ആ ഒരു അളവൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ മുട്ട എടുക്കുക കേട്ടോ. ഞാനൊരു 3 എടുത്തിരിക്കുന്നത്. ഇത് വലിയ കട്ടിയുള്ളതാവില്ല, എന്താ പറയുക. അപ്പോൾ നമ്മൾ നമുക്ക് എത്ര വേണം അതനുസരിച്ചിട്ട് നമ്മൾ കോഴിമുട്ട എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ 3 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ എന്താ പറയുക, ഒരു 3 ബ്രെഡാണ് കേട്ടോ എടുക്കുന്നത് ഇതിലേക്കായിട്ട്. അപ്പോൾ ഒരു 3 ബ്രെഡ് നമ്മൾക്ക് ഇങ്ങനെ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കണം എന്നില്ല, പക്ഷെ പൊടിഞ്ഞു പോകരുത്. പൊടിയാതെ നമ്മൾ ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ മുട്ടയിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിസ്സ സീസണിങ്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മുറിക്കാനോ പിന്നെ ചില്ലി ഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഈ മുട്ടയിലേക്ക് ബ്രെഡ് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 3 മുട്ടയ്ക്ക് 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ് പറയുക, കുറച്ചും കൂടി കൂടുതൽ, അതായത് ഒരു മുട്ടയ്ക്ക് 1 ബ്രെഡ് എന്നുള്ള അളവിൽ എടുക്കുകയാണെങ്കിലും കറക്റ്റായിരിക്കും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഇത്തിരി ബ്രെഡ് കൂടുതലായ പോലെ, അത് തീരെ നമുക്ക് എന്താ പറയുക, ആ മുട്ടയുടെ വെള്ളം ഇല്ലാണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു നാടൻ ടേസ്റ്റ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിപ്പോൾ ഇത്തിരി മുട്ട കുറവായതുകൊണ്ട് ഞാനൊന്നിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. പരത്തുമ്പോൾ സൂക്ഷിക്കണം, താഴത്തുനിന്ന് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ആവും. ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ മുട്ടയും ഇത് മാത്രമല്ല, നമ്മളതിൽ വേറെ ഒന്നും ചേർക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഇതാക്കിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ തിരിച്ചിടണത് കാണിച്ചിട്ടില്ല. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. സോസോ നമ്മുടെ എന്താണ്, നമുക്ക് ഏത് സോസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ പിസ്സയിലൊക്കെ ചെയ്യണ പോലെ ഞാൻ പനീർ വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഉപയോഗിക്കാം, പിന്നെ ക്യാപ്സിക്കം, സവോള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പനീറും അതേമാതിരി സവോളയാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുട്ടികൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണ്. അപ്പോൾ എന്നാൽ ശരി, വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അറിയില്ല മുട്ടയും ബ്രെഡും ആണ് എന്നുള്ളതൊന്നും. നമുക്ക് മാവൊന്നും കുഴയ്ക്കാണ്ട് പുളിക്കാൻ വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിലധികം ചീസ് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കായതുകൊണ്ട് നല്ലോണം ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഇതേമാതിരി ഒറിയാനോയും ചില്ലി ഫ്ലെക്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചീസിൽ നിർത്തുന്നത്. അപ്പോൾ ചീസൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ മുട്ട കുറവായിട്ടുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ ഇത്തിരി എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതിങ്ങനത്തെ, അതായത് എന്താ പറയുക സൈഡ് ഇത്തിരി വലിപ്പമുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് പ്ലേറ്റിലേക്ക് മെല്ലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് എന്നിട്ടാണ് കമഴ്ത്തിയിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതാ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ആവും. പിന്നെ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് കുറേ സമയമൊന്നും ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഒരു 3 മുട്ടയും 4 ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല വീഡിയോസൊക്കെ വീണ്ടും വരാതെ ബൈ ബൈ.